മാർമല വീട്ടിലെ പനിനീർ ശാമ്പച്ചോട്ടിലിരുന്ന് ചോറും കൂട്ടാനും വെക്കുന്ന എൽസയുടെ നിഷ്കളങ്കമായ ബാല്യത്തിൽ നിന്നും ആനി വള്ളിക്കാപ്പൻ എഴുതി തുടങ്ങുകയാണ്. ഗൃഹാതുരത ഉണർത്തുന്ന എൽസയുടെ സുഖമുള്ള ഓർമ്മകളിലൂടെ ഭൂതകാലത്തിൻ്റെ സുഗന്ധം വായനക്കാരിൽ നിറയ്ക്കുന്ന ഓർമ്മകളുടെ കാവൽക്കാരിയുടെ കഥ. ഈ നോവൽ വായിച്ചവസാനിപ്പിക്കുമ്പോൾ എൽസയോടൊപ്പം വല്യമ്മച്ചിയും വല്യപ്പാപ്പനും തങ്കച്ചിയും ഗോവിന്ദനപ്പൂപ്പനും ചാമ്പമരവും കോടമഞ്ഞിൻ്റെ കാറ്റും കാപ്പിത്തോട്ടവും മാർമല വീടും അക്കരെ വീട്ടിലെ മൽബറി പഴങ്ങളും ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വായനക്കാരെ എൽസയോടൊപ്പം മാർമലയിലൂടെ ഒരു യാത്രയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച ആനി വള്ളിക്കാപ്പൻ്റെ വായനക്കാരുടെ മനസ്സ് നിറച്ച ഒരു രസകരമായ കുഞ്ഞു നോവലാണ് കാവൽക്കാരി. ഡിസംബറിൻ്റെ ഓരോ രാത്രികളോടും എനിക്ക് പ്രണയമായിരുന്നു. ഇടവിട്ട് വീശുന്ന തണുത്ത കാറ്റും മിന്നാമിനുങ്ങുകളും കരോൾ ഗാനവും നക്ഷത്ര വിളക്കുകളും പുൽക്കൂട്ടിലെ ഉണങ്ങിയ പുല്ലിൻ്റെ മണവുമായിരിക്കും മനസ്സു നിറയെ. കാട്ടുതീ പടരാതിരിക്കാൻ മലമുകളിൽ ചാലി കീറി തീയിട്ടിരുന്നു. അങ്ങ് ദൂരെ കുന്നിൻ മുകളിലൂടെ ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞു കയറുന്ന തീനാളങ്ങൾ. വരാന്തയിൽ ഇറങ്ങിയിരുന്നു ആ കാഴ്ച കണ്ണെടുക്കാതെ ഞാൻ ആസ്വദിക്കാറുണ്ടായിരുന്നു.